morning, dear students. Prayer. ഇന്നാണ് നമ്മുടെ മാത്സ് പീരിയോഡിക് അസസ്മെന്റ് എക്സാം അല്ലേ? എല്ലാവരും റെഡി ആയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. സോ ദിസ് ഈസ് അവർ റിവിഷൻ ക്ലാസ്. We already completed our revision of chapter 6. Today we are going to revise chapter 7, 8 and 9. So first chapter 7, fractions. So fractions എന്താണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ. Fractions means it have a numerator and a denominator. This is numerator, this is denominator. Okay. Fraction means a whole part is divided into equal parts. ഒരു ഹോൾ പാർട്സിനെ ഈക്വൽ പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നു. അതിലേതെങ്കിലും ഒരു സ്പെഷ്യൽ പാർട്ട് നമ്മൾ എടുക്കുന്നു. ഇപ്പോൾ 1/2 എന്നത് റെപ്രസെന്റ് ചെയ്യുന്നത് ഏതോ ഒരു ഹോൾ പാർട്ടിനെ 2 ഈക്വൽ പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്തു. അതിലൊരു പോർഷൻ നമ്മൾ എടുത്തു, അല്ലെങ്കിൽ ഒരു പോർഷൻ ഷെയ്ഡ് ചെയ്തു. ഇങ്ങനെയൊക്കെ നമ്മൾ ഷെയ്ഡ് ചെയ്ത് കാണാറില്ലേ? അതാണ് 1/2 എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം ഇതിനെ ബേസ് ചെയ്താണ് എക്സസൈസ് 7.1. അവിടെ ഫ്രാക്ഷൻ ഷെയ്ഡഡ് റീജിയന്റെ ഫ്രാക്ഷൻ എഴുതാനും അതുപോലെ തിരിച്ച് കളറ് ഷെയ്ഡഡ് റീജിയന് ഷെയ്ഡ് ചെയ്യാനും ഫ്രാക്ഷൻ തന്നിട്ട് ഷെയ്ഡ് ചെയ്യാനുണ്ട്. പിന്നെ ക്വസ്റ്റ്യൻ നമ്പർ 3 ഫ്രാക്ഷൻ അത് കറക്റ്റ് ആണോ, ഷെയ്ഡ് ചെയ്ത് വെച്ചിരിക്കുന്ന ഫ്രാക്ഷൻ കറക്റ്റ് ആണോ, ആണോ അല്ല, നമ്മൾ എങ്ങനെയാണ് ഫ്രാക്ഷൻ ഈക്വൽ പോർഷൻസ് ആയിട്ട് ഹോൾ പാർട്ടിനെ ഡിവൈഡ് ചെയ്യണം, അല്ലെങ്കിൽ അത് ഫ്രാക്ഷൻ ആയിട്ട് വരുന്നില്ല. പിന്നെ ക്വസ്റ്റ്യൻ നമ്പർ 4, 5, 6 ഒക്കെ നിങ്ങൾ ഓരോ ഡെയിലി ലൈഫ് സിറ്റുവേഷൻസും അതുപോലെ തന്നെ പ്രൈം നമ്പേഴ്സിനെയൊക്കെ ബേസ് ചെയ്ത് ഫ്രാക്ഷൻസ് എഴുതാനുള്ളതാണ്. നെക്സ്റ്റ് ഫ്രാക്ഷൻസ് ഓൺ നമ്പർ ലൈൻ. അത് നിങ്ങൾക്ക് അറിയാമെന്നാണ് എനിക്ക് തോന്നുന്നത്. നമ്പർ ലൈൻ വരയ്ക്കാൻ വളരെ ഈസി അല്ലേ? നെക്സ്റ്റ് ശ്രദ്ധിച്ച് കേൾക്കുക. എത്ര ടൈപ്പ് ഫ്രാക്ഷൻസ് ഉണ്ട്? പ്രോപ്പർ ഫ്രാക്ഷൻ, ഇംപ്രോപ്പർ ഫ്രാക്ഷൻ, മിക്സഡ് ഫ്രാക്ഷൻ. പ്രോപ്പർ ഫ്രാക്ഷൻ മീൻസ് ന്യൂമറേറ്റർ ഈസ് ലെസ് ദാൻ ഡിനോമിനേറ്റർ. ദിസ് ഈസ് പ്രോപ്പർ ഫ്രാക്ഷൻ. നിങ്ങൾ എന്നും ഈ മാത്സ് പഠിക്കുന്ന അത്രയും കാലത്തോളത്തിന് വേണ്ടി ഇപ്പൊ ഇത് മനസ്സിലേക്ക് ഗ്രഹിച്ചു വെച്ചോണം. പ്രോപ്പർ ഫ്രാക്ഷൻ മീൻസ് ന്യൂമറേറ്റർ ലെസ് ദാൻ ദ ഡിനോമിനേറ്റർ. Then improper fraction means numerator is greater than denominator. And mixed fraction means fractions like whole number with fractional part. This is mixed fractions. Okay, so this is known as the whole number part. This is known as the fractional part. So fraction have three types of fractions: proper fraction, improper fraction, mixed fraction. ഇനി നമുക്ക് ഇത് ഞാൻ ജസ്റ്റ് എക്സാമ്പിൾ എഴുതുന്നതാണ് കേട്ടോ. ഇങ്ങനെ ന്യൂമറേറ്റർ ഗ്രേറ്റർ ആയിട്ട് വരുന്ന ഏത് ഫ്രാക്ഷൻ എടുത്താലും അതെല്ലാം ഇംപ്രോപ്പർ ഫ്രാക്ഷൻ ആണ്. അതുപോലെ ഇങ്ങനെ ഒരു ഹോൾ നമ്പറും ഇങ്ങനെ ഒരു ഫ്രാക്ഷനും കൂടെ ചേർത്ത് വന്നാൽ അതെല്ലാം മിക്സഡ് ഫ്രാക്ഷൻ ആണ്. ഇനി ഇവിടെ നമ്മൾ എക്സസൈസ് 7.2 ഇതിന്റെ കൺവേർഷൻസ് ആണ് അല്ലേ? നമ്പർ ലൈനിൽ ലൊക്കേറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് അറിയാം. അതിനുശേഷമുള്ള ക്വസ്റ്റ്യൻ 2ഉം 3ഉം എന്താണ്? ഇംപ്രോപ്പർ ഫ്രാക്ഷൻ ആക്കാനും മിക്സഡ് ഫ്രാക്ഷൻ ആക്കാനും അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ളതാണ്. അപ്പൊ നമുക്ക് ഇംപ്രോപ്പർ ഫ്രാക്ഷനെ മിക്സഡ് ഫ്രാക്ഷൻ ആക്കാൻ എന്ത് ചെയ്യണം? ഡിവൈഡ് ചെയ്യണം. 7 ഫോർ എക്സാമ്പിൾ ആണ് ഞാൻ ഇവിടെ കാണിക്കുന്നത്. 7 divided by 3. 3 2s are 6. So here write 6 minus 7 minus 6 1. സോ ഇവിടെ ഡിനോമിനേറ്റർ 1 എന്ന് കിട്ടി. അപ്പൊ ഇതിനെ നമുക്ക് കോഷ്യന്റ് ഹോൾ നമ്പർ പാർട്ടായിട്ട് റിമൈൻഡർ ന്യൂമറേറ്റർ ആയിട്ടും ഡിവൈഡ് ചെയ്യാൻ എടുത്ത നമ്പർ ഡിനോമിനേറ്റർ ആയിട്ടും, അതായത് ഇവിടെ വരുന്ന ഡിനോമിനേറ്റർ തന്നെ ആയിരിക്കും ഇവിടെ ഡിനോമിനേറ്റർ വരുന്നത്, അത്ര ഓർത്താൽ മതി. സോ 7/3 നമുക്ക് എങ്ങനെ മിക്സഡ് ആക്കി എഴുതാം? 2 and 1/3. ഇനി അതുപോലെ മിക്സഡ് ഫ്രാക്ഷനെ നമ്മൾ ഇംപ്രോപ്പർ ആക്കാം. എങ്ങനെയാക്കും? ഹോൾ നമ്പർ പാർട്ടും ഈ ഡിനോമിനേറ്ററും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുക. സോ 2 into 1 2. അതിനെ ആ ആൻസറിനോട് കൂടെ ഈ ന്യൂമറേറ്റർ ആഡ് ചെയ്യുക. സോ 2 + 1 3. സോ ദിസ് ഈസ് ഈക്വൽ ടു 3/2. എന്നിട്ട് ഈ സെയിം ഡിനോമിനേറ്റർ അങ്ങ് കൊടുക്കുക. 2 into 1 2. 2 + 1 3. സോ ദിസ് ഈസ് 3/2. സോ നിങ്ങൾക്ക് മനസ്സിലായല്ലോ, പ്രോപ്പർ ഫ്രാക്ഷനെ ഇംപ്രോപ്പർ ഫ്രാക്ഷനെ മിക്സഡ് ആക്കാനായിട്ട് ഡിവൈഡ് ചെയ്യുക. കോഷ്യന്റ് ഹോൾ നമ്പർ പാർട്ടിൽ എഴുതുക, റിമൈൻഡർ ന്യൂമറേറ്റർ ആയിട്ട് എഴുതുക, ഇവിടുത്തെ സെയിം ഡിനോമിനേറ്റർ ഇവിടെ ഡിനോമിനേറ്റർ എഴുതുക, അല്ലെങ്കിൽ ഈ നമ്പർ ഡിനോമിനേറ്റർ ആയിട്ട് കൊടുക്കുക. ഇതാണ് മിക്സഡ് ഫ്രാക്ഷൻ. ഇനി മിക്സഡ് ഫ്രാക്ഷനെ തിരിച്ച് ഇംപ്രോപ്പർ ആക്കാനായിട്ട്
2 into this whole number part പ്ലസ് ന്യൂമറേറ്റർ എന്നിട്ട് സെയിം ഡിനോമിനേറ്റർ കൊടുത്തേക്കുക. ഓക്കെ, നെക്സ്റ്റ് ഇക്വലന്റ് ഫ്രാക്ഷൻ. ഇക്വലന്റ് ഫ്രാക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ? നമുക്കൊരു ഫ്രാക്ഷൻ തരും, അതിന് ഇക്വലന്റ് ആയിട്ട് കുറെ ഫ്രാക്ഷൻസ് നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? ഇപ്പൊ ഫോർ എക്സാമ്പിൾ 1/2. 1/2ന്റെ ഇക്വലന്റ് ഫ്രാക്ഷൻസ് കണ്ടുപിടിക്കണം. നിങ്ങൾ എന്ത് ചെയ്യും? ന്യൂമറേറ്ററിനെയും ഡിനോമിനേറ്ററിനെയും സെയിം നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. സോ 3/6 ആണ് ഇക്വലന്റ് ഫ്രാക്ഷൻ ഓഫ് 1/2. അതുപോലെ ഇനിയും നിങ്ങൾക്ക് കണ്ടുപിടിക്കണേ എന്ത് ചെയ്യണം? ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും സെയിം നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. സോറി, 2/4. 1 into 2, 2, 2 into 2, 4. 2/4 is an equivalent fraction. So എന്ത് ചെയ്യണം? ഇക്വലന്റ് ഫ്രാക്ഷൻ കണ്ടുപിടിക്കാൻ ഗിവൺ ഫ്രാക്ഷന്റെ ന്യൂമറേറ്ററിനെ ഡിനോമിനേറ്ററിനെ സെയിം നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുക. എത്ര എണ്ണം കണ്ടുപിടിക്കണോ? 5 ഇക്വലന്റ് ഫ്രാക്ഷൻ എന്നാണ് പറയുന്നതെങ്കിൽ ആദ്യം 2 കൊണ്ട് 2 മൾട്ടിപ്ലൈ ചെയ്യുക, പിന്നെ 3 കൊണ്ട് ചെയ്യുക, 4 കൊണ്ട് ചെയ്യുക, 5 കൊണ്ട് ചെയ്യുക, 6 കൊണ്ട് ചെയ്യുക. അത് മാത്രമല്ല, ഇഷ്ടമുള്ള നമ്പർ വെച്ച് ചെയ്യാം കേട്ടോ. അതെല്ലാം ഇക്വലന്റ് ഫ്രാക്ഷൻ ചെയ്യും. 1 2 3 4 5 6 ഓർഡറിൽ തന്നെ ചെയ്യണമെന്നില്ല. നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുക. ഏതെങ്കിലും ഒരു നമ്പർ എടുത്ത് ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും അതേ നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അത് മാത്രമേ ഉള്ളൂ നിർബന്ധമായിട്ടുള്ള കാര്യം. ഇനി ഇക്വലന്റ് ഫ്രാക്ഷൻ കണ്ടുപിടിക്കാൻ 2 മെത്തേഡ്സ് നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് വൺ ഈസ് മൾട്ടിപ്ലിക്കേഷൻ, സെക്കൻഡ് ഈസ് ഡിവിഷൻ. നമുക്ക് ഡിവിഷൻ യൂസ് ചെയ്തിട്ടും ഇക്വലന്റ് ഫ്രാക്ഷൻ കണ്ടുപിടിക്കാം. ഫോർ എക്സാമ്പിൾ 12/15. 12/15ന്റെ ഒരു ഇക്വലന്റ് ഫ്രാക്ഷൻ കണ്ടുപിടിക്കാൻ എങ്ങനെ ഡിവിഷൻ യൂസ് ചെയ്യാം? ഈ 12 15 കോമൺ ആയിട്ട് ഏതെങ്കിലും നമ്പർ ഉണ്ടോ നോക്കുക. അല്ലെങ്കിൽ ഏതിന്റെ ടേബിളിലാണ് 12 15 വരുന്നത്? ഏതിന്റെ ടേബിളിലാ? 3യുടെ അല്ലേ? 3 4s are 12 വരുന്നില്ലേ? 3 5s are 15. അപ്പൊ എന്ത് ചെയ്യണം? ഈ ന്യൂമറേറ്ററിനെ ഡിനോമിനേറ്ററിനെ സെയിം നമ്പർ, അതായത് 3 കൊണ്ട്, 3യുടെ ടേബിളിലല്ലേ രണ്ടും വരുന്നത്, നമുക്ക് 3 കൊണ്ട് തന്നെ ഡിവൈഡ് ചെയ്യുക. സോ 3 4s are 12, 3 5s are 15. സോ 12/15ന്റെ ഇക്വലന്റ് ഫ്രാക്ഷൻ ആണ് 4/5. ഇങ്ങനെ നിങ്ങൾക്ക് വലിയ നമ്പേഴ്സ് വരുവാണെങ്കിൽ, ഫോർ എക്സാമ്പിൾ 60/70. 60/70യുടെ ഇക്വലന്റ് ഫ്രാക്ഷൻ നിങ്ങൾക്ക് കണ്ടുപിടിക്കണം. എന്ത് ചെയ്യണം? ഇത് 60 70 ഏതിന്റെ ടേബിളിൽ വരും? 10ന്റെ ടേബിളിൽ വരത്തില്ലേ? 10ന്റെ ടേബിൾ നമ്മൾ ഉപയോഗിക്കുന്നില്ല അല്ലേ? 10 6s are 60, 10 7s are 70. അപ്പൊ എന്ത് ചെയ്യാം? ഇത് നമുക്ക് 10 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പൊ ആൻസർ എത്ര കിട്ടും? 6/7. ഒരു ഇക്വലന്റ് ഫ്രാക്ഷൻ കിട്ടിയില്ലേ? അങ്ങനെ നിങ്ങൾക്ക് ഡിവൈഡ് ചെയ്തിട്ടും ഇക്വലന്റ് ഫ്രാക്ഷൻ കണ്ടുപിടിക്കാം, മൾട്ടിപ്ലൈ ചെയ്തിട്ടും ഇക്വലന്റ് ഫ്രാക്ഷൻ കണ്ടുപിടിക്കാം. നെക്സ്റ്റ് നമ്മൾ പഠിച്ച ടോപ്പിക് എന്താണ്? ഇക്വലന്റ് ഫ്രാക്ഷൻ ആണോ? 2 ഗിവൺ ഫ്രാക്ഷൻസ് ഇക്വലന്റ് ഫ്രാക്ഷൻസ് ആണോ എന്ന് ചെക്ക് ചെയ്യുക. എങ്ങനെ ചെക്ക് ചെയ്യും? ക്രോസ് പ്രോഡക്റ്റ്. അറിയോ? റിമെമ്പർ? ഡു യു റിമെമ്പർ? അപ്പൊ നമ്മള് ക്രോസ് പ്രോഡക്റ്റ് യൂസ് ചെയ്തിട്ട് ഇക്വലന്റ് ഫ്രാക്ഷൻസ് ആണോ എന്ന് ചെക്ക് ചെയ്യാം. സോ ഹിയർ 2 ഫ്രാക്ഷൻസ് 1/3 and 3/9. Are they equivalent? We use cross product method for checking both are equivalent or not. So cross product means numerator of first fraction into denominator of second fraction. That is 1 into 9. 1 into 9 equals 9. Next, numerator of second fraction into denominator of first fraction. 3 3s are 9. So both are equal, isn't it? Both are equal. So these 2 fractions are equivalent fractions. So another 2 fractions, 2/4 and 4/2. Are they equivalent or not? Using cross product check. So numerator of a first fraction into denominator of a second fraction, we get 4. 2 into 2 4. Again here. ഒന്നെങ്കിൽ നിങ്ങൾക്ക് ഡിനോമിനേറ്റർ ഇൻറ്റു ഈ ന്യൂമറേറ്റർ ഒന്നും അല്ല, ഇത് ഇൻറ്റു എങ്ങനെ ചെയ്താലും കുഴപ്പമില്ല കേട്ടോ. ന്യൂമറേറ്റർ ഓഫ് സെക്കൻഡ് ഫ്രാക്ഷൻ ഇൻറ്റു ഡിനോമിനേറ്റർ ഓഫ് ഫസ്റ്റ് ഫ്രാക്ഷൻ 4 4s are 16. ഈക്വൽ ആണോ? അല്ല. സോ ദീസ് ആർ നോട്ട് ഇക്വലന്റ് ഫ്രാക്ഷൻസ്. നെക്സ്റ്റ് ടോപ്പിക് ഇതിൽ വരുന്നത് എന്താണ്? ഗിവൺ ഫ്രാക്ഷനെ അതിന്റെ സിംപ്ലസ്റ്റ് ഫോമിലേക്ക് എഴുതണം. എന്താണ്? ഫ്രാക്ഷൻസിന്റെ സിംപ്ലസ്റ്റ് ഫോം. സോ ഫോർ എക്സാമ്പിൾ 36/24.
ഞാൻ എല്ലാം എക്സാമ്പിളാണ് കാണിക്കുന്നത്. നമ്മളെല്ലാം ഇത് എക്സ്പ്ലെയിൻ ചെയ്തു പോയതാണ്. ഇതിൻ്റെ എക്സ്പ്ലനേഷൻ വീഡിയോസ് ഇനി നിങ്ങളുടെ എക്സസൈസ് പോർഷൻ്റെ എക്സ്പ്ലനേഷൻ വീഡിയോ വേണമെങ്കിൽ യൂട്യൂബിലുണ്ട്. ആർക്കെങ്കിലും വേണമെങ്കിൽ ലിങ്ക് ചോദിച്ചാൽ മതി. അതല്ലെങ്കിൽ നിങ്ങളുടെ ഏതെങ്കിലും ലിങ്ക് ഉണ്ടെങ്കിൽ അത് വെച്ച് കയറി കഴിഞ്ഞാൽ അവിടെ എല്ലാ വീഡിയോസും കിടപ്പുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് സെലക്ട് ചെയ്തെടുക്കാം. അപ്പം ഇത് എല്ലാത്തിനും എങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത്, ഇതാണ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്. ശരിക്കും ഒരു നമ്പർ കിട്ടിയാൽ നമ്മൾ എങ്ങനെയാണ് അത് കണ്ടുപിടിക്കുന്നതെന്ന് അറിഞ്ഞിരിക്കുക. അതാണ് നമുക്ക് ഏറ്റവും വേണ്ടത്. നിങ്ങൾ കാണാതെ പഠിക്കാനൊക്കെ പോകുമ്പോഴാണ് ഈ തെറ്റ് പറ്റുന്നത്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കുക എങ്ങനെയാണ് ഓരോ കാര്യങ്ങളും ചെയ്യുന്നത്. അത് മനസ്സിലാക്കി വെച്ച് കഴിഞ്ഞാൽ ആ ഫ്രാക്ഷൻ കിട്ടിയാൽ നമുക്ക് അതങ്ങ് ചെയ്യാൻ പറ്റും. അപ്പം ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ സിമ്പിൾ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഇത് എന്നത്തേക്കും വേണ്ടതാണ് കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത്, ഒരു ഗിവൺ ഫ്രാക്ഷൻ്റെ സിമ്പിളസ്റ്റ് ഫോം കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം എന്നാണ് മിസ് പഠിപ്പിച്ചത്. ഓർമ്മയുണ്ടോ ആർക്കെങ്കിലും? എന്ത് ചെയ്യണം സിമ്പിളസ്റ്റ് ഫ്രാക്ഷൻ കണ്ടുപിടിക്കാൻ? ഫസ്റ്റ് HCF കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പൊ അങ്ങനെ നമ്മളത് മനസ്സിലാക്കി വെക്കുക. ഒരു ഫ്രാക്ഷൻ തന്നിട്ട് എങ്ങനെ സിംപ്ലസ്റ്റ് ഫോം ആക്കും? HCF കണ്ടുപിടിക്കുക. HCF കൊണ്ട് ന്യൂമറേറ്ററിനെ ഡിനോമിനേറ്ററിനെ ഡിവൈഡ് ചെയ്യുക. ഓക്കെ, സോ ഫസ്റ്റ് HCF എങ്ങനെ കണ്ടുപിടിക്കുന്നത്? 36ന്റെ ന്യൂമറേറ്ററിന്റെ ഡിനോമിനേറ്ററിന്റെ HCF. So 36, 24. Both are even numbers. So take smallest even prime number 2. So 36 by 2. 18. 24 by 2. 12. Again both are even numbers. So take even prime number 2. 18 by 2. 9. 9 2s are 18. 12 by 2. 6. 6 2s are 12. Now here 9 and 6, this is odd number, this is even number. So we take next prime number 3. നമ്മളെല്ലാം രണ്ടിനെയും ഒരുപോലെ ഡിവൈഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ മാത്രമേ കണ്ടിന്യൂ ചെയ്യാവുള്ളൂ. ഇല്ലെങ്കിൽ എന്ത് ചെയ്യണം? HCF കണ്ടുപിടിക്കാൻ നേരത്തെ അവിടെ സ്റ്റോപ്പ് ചെയ്യണം. സോ ടേക്ക് 3. 3 3s are 9. 3 2s are 6. സോ നമുക്ക് HCF കിട്ടി. HCF എന്താണ്? 2 into 2 into 3. 2 2s are 4. 4 3s are 12. So HCF 12 എന്ന് കിട്ടി. ഇനി എന്ത് ചെയ്യണം? ന്യൂമറേറ്ററിനെ 12 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ഡിനോമിനേറ്ററിനെ 12 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. 36 by 12 we get 3 and 24 by 12 we get 2. So simplest form is 3 by 2. ഇനി ഇവിടെ നോക്കിക്കേ, HCFൽ ലാസ്റ്റ് വന്നത് എന്താണ്? 3ഉം 2ഉം. അത് തന്നെയല്ലേ ഇവിടെ വന്നിരിക്കുന്നത്. അപ്പൊ HCF കറക്റ്റായിട്ട് ഇങ്ങനെ ചെയ്താൽ തന്നെ നിങ്ങൾക്ക് ആ ഫ്രാക്ഷന്റെ സിംപ്ലസ്റ്റ് ഫോം ഇവിടെ തന്നെ കിട്ടി. അപ്പൊ ഈ നമ്പറിന് കറസ്പോണ്ടിങ് ആയിട്ട് 3, ഈ നമ്പറിന് കറസ്പോണ്ടിങ് ആയിട്ട് 2. അതാണ് ഇവിടെ വരുന്ന ആ റിമൈൻഡർ ആണ് ഇവിടെ ഫ്രാക്ഷനായിട്ട് സിംപ്ലസ്റ്റ് ഫ്രാക്ഷനായിട്ട് വരുന്നത്. ഓക്കെ, അപ്പൊ ഈ ടോപ്പിക്ക് വരെ ഏത് ഫ്രാക്ഷൻ തന്നാലും സെയിം ആണ്. അത് ഇംപ്രോപ്പർ ആണെങ്കിലും എല്ലാം ഈ പോർഷൻ വരെ സെയിം ആണ്. ഇനി മിക്സഡ് ആണ് തന്നത് എങ്കിൽ എന്ത് ചെയ്യണം? അതിനെ ഇംപ്രോപ്പർ ആക്കി മാറ്റുക. അത്ര ശ്രദ്ധിച്ചാൽ മതി. ഇനി ചെയ്യേണ്ടത് നമ്മൾ പഠിക്കാൻ പോകുന്നത് 2 ടൈപ്പ് ഫ്രാക്ഷൻസ് ഉണ്ട്. ലൈക്ക് ഫ്രാക്ഷൻസും അൺലൈക്ക് ഫ്രാക്ഷൻസും. ഈ പോർഷൻ തൊട്ട് വളരെ സീരിയസ് ആയിട്ട് നിങ്ങളുടെ മനസ്സിലാക്കി വെക്കുക. ലൈക്ക് ഫ്രാക്ഷൻസ്, അൺലൈക്ക് ഫ്രാക്ഷൻസ്. ലൈക്ക് ഫ്രാക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഡിനോമിനേറ്റർ എല്ലാം സെയിം ആയിട്ട് വരുന്ന ഫ്രാക്ഷൻസ് ആണ് ലൈക്ക് ഫ്രാക്ഷൻസ്. ഇവിടെ എല്ലാ ഫ്രാക്ഷനും ഞാൻ എഴുതിയതിനെല്ലാം ഡിനോമിനേറ്റർ സെയിം ആണ്. അപ്പൊ ഇങ്ങനെ വരുന്ന ഫ്രാക്ഷൻസിനെ നമ്മൾ എന്ത് വിളിക്കും? ലൈക്ക് ഫ്രാക്ഷൻസ്. ഇനി നേരെ തിരിച്ച് അൺലൈക്ക് ഫ്രാക്ഷൻസിൽ 6 by 3, 4 by 5, 6 by 7 യാതൊരു റിലേഷനും ഇല്ല ഇത് തമ്മിൽ, ഇല്ലേ? അപ്പൊ ഇവിടെ അൺലൈക്ക് ഫ്രാക്ഷൻ എന്ന് പറഞ്ഞാൽ ഡിനോമിനേറ്റർ ഡിഫറെന്റ് ആയിരിക്കണം. അതാണ് അൺലൈക്ക്. ലൈക്ക് എന്ന് പറഞ്ഞാൽ ഡിനോമിനേറ്റർ സെയിം, അൺലൈക്ക് എന്ന് പറഞ്ഞാൽ ഡിനോമിനേറ്റർ സെയിം അല്ല. നിങ്ങൾ പഠിച്ചു വെക്കുമ്പോൾ ഞാൻ ഈ പറയുന്ന രീതിയിൽ പഠിച്ചാൽ എളുപ്പമായിരിക്കും. ലൈക്ക് ഫ്രാക്ഷൻസിനെ പറ്റി ആദ്യം മനസ്സിലാക്കി വെക്കുക. ലൈക്ക് ഫ്രാക്ഷൻസിന് ലാർജസ്റ്റ്, സ്മോളസ്റ്റ്, അസെൻഡിങ്, ഡിസെൻഡിങ്, അഡീഷൻ, സബ്ട്രാക്ഷൻ, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇതിനകത്ത് പഠിക്കുന്നത്, അല്ലേ? അപ്പൊ ലൈക്ക് ഫ്രാക്ഷൻ 2 ലൈക്ക് ഫ്രാക്ഷൻസ് തന്നു. 2 by 5
and 4/5 which is greater or which is larger അല്ലെ ഗ്രേറ്റർ നമ്പർ കണ്ടുപിടിക്കാൻ സെയിം ഡിനോമിനേറ്റർ ആണെങ്കിൽ ന്യൂമറേറ്റർ കമ്പയർ ചെയ്യുക. ഇവിടെ ന്യൂമറേറ്റർ 4 ആണ് വലുത്, സോ 4/5 ആണ് ഗ്രേറ്റർ, 2/5 ലെസ് ദാൻ 4/5 അല്ലേ. അതുപോലെ ഇതാണ് സ്മോളസ്റ്റ് നമ്പർ, ഇത് ലാർജസ്റ്റ് നമ്പർ. ഓക്കെ, 3 fractions 1/8, 5/8, 3/8 അസെൻഡിങ് ഓർഡറിൽ എഴുതണം. എങ്ങനെ എഴുതും? ഡിനോമിനേറ്റർ എല്ലാം സെയിം ആണ്, അതുകൊണ്ട് ലൈക്ക് ആണ്. അപ്പൊ നിങ്ങൾ ഒരു ഫ്രാക്ഷൻ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഒരു ഫ്രാക്ഷൻ കണ്ടാൽ ആദ്യം നോക്കേണ്ടത് ലൈക്ക് ആണോ അൺലൈക്ക് ആണോ. ഏത് ചെയ്യുമ്പോഴാ? കമ്പാരിസൺ, അസെൻഡിങ് ഓർഡർ, ഡിസെൻഡിങ് ഓർഡർ, അഡീഷൻ, സബ്ട്രാക്ഷൻ. ഇത്രയും കാര്യങ്ങൾ ചെയ്യുമ്പോൾ മാത്രം നിങ്ങൾക്ക് തന്നിരിക്കുന്ന ഫ്രാക്ഷൻ ലൈക്ക് ആണോ അൺലൈക്ക് ആണോ നോക്കുക. ലൈക്ക് ആണെങ്കിൽ ഇപ്പൊ നമ്മൾ പറയുന്ന പോലെ ചെയ്യുക, അൺലൈക്ക് ആണ് നമുക്ക് ഇനി അടുത്ത് എക്സ്പ്ലെയിൻ ചെയ്യാം. ഓക്കെ, സോ ഇതെല്ലാം ലൈക്ക് ഫ്രാക്ഷൻസ് ആണ്. അപ്പൊ എന്താ ചെയ്യേണ്ടത്? ന്യൂമറേറ്റർ കമ്പയർ ചെയ്യുക. അപ്പൊ ഇവിടെ ഏറ്റവും സ്മോളസ്റ്റ് ന്യൂമറേറ്റർ 1, സോ ഫസ്റ്റ് ഫ്രാക്ഷൻ 1/8, സെക്കൻഡ് 3/8 and third 5/8. So this is the ascending order of these fractions. Descending order ആണെങ്കിലോ തിരിച്ചെഴുതുക, 5/8 greatest fraction first, then 3/8, 1/8. ഓക്കെ, ഇനി ലൈക്ക് ഫ്രാക്ഷൻസിന്റെ അഡീഷനും സബ്ട്രാക്ഷനും കൂടെ പറഞ്ഞാൽ ഈ ഭാഗം തീരും. സോ 16/15 മൈനസ് 1/15 സെയിം ഡിനോമിനേറ്റർ ആണ്, ലൈക്ക് ഫ്രാക്ഷൻ ആണ് അല്ലേ. സോ ജസ്റ്റ് ന്യൂമറേറ്റേഴ്സ്, ഇവിടെ സബ്ട്രാക്ഷൻ ആണ് സൈൻ, ജസ്റ്റ് ന്യൂമറേറ്റർ സബ്ട്രാക്ട് ചെയ്യുക. 16 - 1 15, സോ 15 സെയിം ഡിനോമിനേറ്റർ എഴുതുക. 15/15, 15നെ 15നോട് ഡിവൈഡ് ചെയ്താൽ എന്ത് കിട്ടും? 1 കിട്ടും. അപ്പൊ സബ്ട്രാക്ഷൻ കഴിഞ്ഞു. ഈ ഇതുപോലെ അഡീഷൻ, അനദർ 17/18 പ്ലസ് 2/18. So same denominator, so like a fraction. So add numerator, 17 plus 2, 19. So this is 19/8 addition കഴിഞ്ഞു. ഇനി അൺലൈക്ക് ഫ്രാക്ഷൻ, ലൈക്ക് ഫ്രാക്ഷൻ്റെ എല്ലാം കഴിഞ്ഞ് വളരെ സിമ്പിൾ ആണ്. ഇനി അൺലൈക്ക് ഫ്രാക്ഷൻ എന്ന് പറഞ്ഞാൽ ഒരേ ഒരു കാര്യമേ ഉള്ളൂ. അൺലൈക്ക് ഫ്രാക്ഷൻ ആണോ തന്നിരിക്കുന്നതെന്ന് ചെക്ക് ചെയ്യുക. ആണെങ്കിൽ അതിനെ ലൈക്ക് ആക്കി മാറ്റുക. ലൈക്ക് ആക്കി മാറ്റുന്ന ആ ഒരു പ്രൊസീജിയർ മാത്രമേ ഇവിടെ എക്സ്ട്രാ ഉള്ളൂ. ലൈക്ക് ഫ്രാക്ഷൻ ആക്കി കഴിഞ്ഞാലോ, ലൈക്ക് ഫ്രാക്ഷനെ നമ്മളിപ്പോൾ പഠിച്ചില്ലേ, അത് തന്നെയാണ് നമ്മളിവിടെ ചെയ്യേണ്ടത്. അപ്പൊ ലൈക്ക് ഫ്രാക്ഷന്റെ ബാക്കി പ്രൊസീജിയർ തന്നെയാണ്. അത് ആദ്യം നിങ്ങൾ അത് മനസ്സിലാക്കി വെക്കുക. ലൈക്ക് ഫ്രാക്ഷൻ വന്നാൽ ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണ്? ലൈക്ക് ഫ്രാക്ഷൻ ആക്കി മാറ്റുക. ലൈക്ക് ഫ്രാക്ഷൻ ആയാൽ എന്ത് ചെയ്യണം? ന്യൂമറേറ്റർ തമ്മിലാണ് പിന്നത്തെ ഓപ്പറേഷൻസ് ഒക്കെ. ന്യൂമറേറ്റർ ഏതാണ്, ഗ്രേറ്റർ ഏതാണ്, സ്മോളസ്റ്റ്, അല്ലെങ്കിൽ അത് ആഡ് ചെയ്യണോ സബ്ട്രാക്ട് ചെയ്യണോ, ഇതെല്ലാം ന്യൂമറേറ്റർ തമ്മിലാണ് ചെയ്യുന്നത്. മനസ്സിലായോ? അപ്പൊ ആദ്യം എന്ത് ചെയ്യുക? ഇതെല്ലാം ഈ തന്നിരിക്കുന്ന 2 ഫ്രാക്ഷൻ അൺലൈക്കാണ്. ഇതിലേതാണ് ഗ്രേറ്റസ്റ്റ് നമ്പർ എന്നാണ് കണ്ടുപിടിക്കാൻ പോകുന്നത്. അപ്പൊ ആദ്യം എന്ത് ചെയ്യണം? ഇതിനെ ലൈക്ക് ആക്കി മാറ്റുക. ലൈക്ക് ആക്കി മാറ്റണമെങ്കിൽ ഇവിടെ നമ്മൾ ഡിനോമിനേറ്റേഴ്സിന്റെ LCM കാണുക. ഇവിടുത്തെ ഡിനോമിനേറ്റർ ഏതൊക്കെയാണ്? 6 and 15. So it's LCM കാണുക. So first is even number, second is odd number. ഈ രണ്ടും വരുന്നത് ഏതിന്റെ ടേബിളിലാണ്? 3യുടെ ടേബിളിൽ വരും. So 3 2s are 6, 3 5s are 15. ഇനി വീണ്ടും ഇത് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. 2 1 is 5, 2 1 is 2, 5 അതുപോലെ താഴേക്ക് കൊടുക്കുക. Then 5 1 1. അപ്പോൾ ഇതാണ് LCM. LCM is equal to 3 into 2 into 5. 3 2s are 6, 6 5s are 30. സോ LCM എന്ന് പറയുന്നത് 30 ആണ്. അപ്പോൾ ഈ രണ്ട് നമ്പറിൻ്റെയും ഫ്രാക്ഷൻ്റെയും ഡിനോമിനേറ്റർ നമ്മൾ 30 ആക്കി മാറ്റുക. അതാണ് ഫസ്റ്റ് പ്രൊസീജിയർ. അപ്പോൾ LCM കാണുമ്പോൾ ഇവിടെ 1 1 എന്ന് വരുന്നത് പോലെ ഇവിടെ നമ്മൾ ഏതെങ്കിലും ഒരെണ്ണത്തിനെ ഡിവൈഡ് ചെയ്യാൻ പറ്റിയാലും നമുക്ക് ചെയ്ത് കണ്ടിന്യൂസ് മുന്നോട്ട് പോകാം കേട്ടോ. അപ്പോൾ HCF എപ്പോഴാണ് യൂസ് ചെയ്യുന്നതെന്ന് ഓർമ്മയുണ്ടോ? സിംപിളസ്റ്റ് ഫ്രാക്ഷന്റെ സിംപിളസ്റ്റ് ഫോമിലേക്ക് മാറ്റാൻ ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും കൂടെ വെച്ചാണ് HCF കാണുന്നത്. LCM എന്തിനാ കാണുന്നത്? അൺലൈക്ക് ഫ്രാക്ഷനെ ലൈക്ക് ഫ്രാക്ഷൻ ആക്കാൻ തന്നിരിക്കുന്ന ഫ്രാക്ഷന്റെ എല്ലാം ഡിനോമിനേറ്റർ എടുത്തിട്ട് കാണുന്നത്. മനസ്സിലായല്ലോ? ഇനി എന്ത് ചെയ്യണം? ഫസ്റ്റ് ഫ്രാക്ഷൻ 5/6 ആണ്. ഇവിടെ 30 ആണ് ഡിനോമിനേറ്റർ. അപ്പൊ 6 into which number we get? 30. 6 into 5. So
മൾട്ടിപ്ലൈ ന്യൂമറേറ്റർ ആൻഡ് ഡിനോമിനേറ്റർ വിത്ത് 5. ഇനി അത് കണ്ടുപിടിക്കാൻ ഇവിടെ ഉണ്ട്. ഈ എൽസിയത്തിൽ തന്നെ എല്ലാം കിടപ്പുണ്ട് കേട്ടോ. എല്ലാ ക്ലൂ എൽസിയത്തിലുണ്ട്. 3 2s are 6 ആണ് ഇവിടെ ഉള്ളത്. പിന്നെ എന്തുകൂടെ മതി? 5. അപ്പൊ അവിടെ തന്നെ ക്ലൂ കിടപ്പുണ്ട്. അപ്പൊ 5 5s are 25, 6 5s are 30. ഇപ്പൊ ഫസ്റ്റ് നമ്പർ നമ്മൾ ലൈക്ക് ആക്കാനുള്ള ആദ്യത്തേത് കഴിഞ്ഞു. ഇനി സെക്കൻഡ് നമ്പർ 13/15. സോ ഇവിടെ നമ്മൾ കിടപ്പില്ലേ 5 × 3 അല്ലേ 15. പിന്നെ ഏത് നമ്പർ കൂടെ വരണം? 2 കൊണ്ടുകൂടി ഒന്ന് മൾട്ടിപ്ലൈ ചെയ്താൽ 30 ആയി. ഇത്രയും സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ് കേട്ടോ. അപ്പൊ 13 × 2 26, 15 × 2 30. അപ്പൊ രണ്ട് നമ്പർ നമ്മൾ കൺവേർട്ട് ചെയ്ത് ഇപ്പൊ നോക്കിക്കേ, രണ്ടിന്റെ ഫ്രാക്ഷൻസ് ഡിനോമിനേറ്റേഴ്സ് സെയിം അല്ലേ. ഇനി ഏതാ ന്യൂമറേറ്റർ കമ്പയർ ചെയ്തേ? ഏതാ ഗ്രേറ്റർ? 26/30. അതായത് ഈ നമ്പറാണ് ഗ്രേറ്റർ. സോ 13/15 ഈസ് ഗ്രേറ്റർ ആൻഡ് 5/6 ഇതിനേക്കാട്ടിലും ലെസ് ആണ്. ഇനി ഇതുപോലെയുള്ള നമ്പറുകൾ നിങ്ങൾക്ക് ഡിസെൻഡിങ് അല്ലെങ്കിൽ അസെൻഡിങ് ഓർഡറിൽ എഴുതാൻ വന്നാൽ എന്ത് ചെയ്യണം? ഇതുപോലെ തന്നിരിക്കുന്ന എല്ലാ നമ്പറും, ഇപ്പൊ 3 ഫ്രാക്ഷൻ ആണ് 3 ഫ്രാക്ഷൻസിന്റെ, അല്ലെ 4 ഫ്രാക്ഷൻ ആണ് 4 ഫ്രാക്ഷൻസിന്റെ ഇതുപോലെ എൽസിയം ഒന്നിച്ച് കാണണം കേട്ടോ. ഒന്നിച്ച് കണ്ട് ലൈക്ക് ആക്കിയിട്ട് അത് കമ്പയർ ചെയ്ത് അങ്ങ് എഴുതിയാൽ മതി. ഇനി അൺലൈക്ക് ഫ്രാക്ഷൻ അഡീഷൻ ആണെങ്കിലോ, സപ്പോസ് ഇവിടെ ഒരു അഡീഷൻ ആയിരുന്നു തന്നിരുന്നെങ്കിൽ എന്ത് ചെയ്യണം? ആദ്യം ഇതുപോലെ, അതാണ് ഞാൻ പറഞ്ഞത്, ഏത് പ്രോസസ്സും അൺലൈക്ക് ഫ്രാക്ഷന്റെ തന്നാൽ ഫസ്റ്റ് ഇതാണ് ചെയ്യുക, ലൈക്ക് ആക്കി മാറ്റുക. അപ്പൊ ഞാൻ ഇനി വേറെ ലൈക്ക് ആക്കി മാറ്റുന്നത് കാണിക്കുന്നില്ല, ഈ എക്സാമ്പിൾ വെച്ച് തന്നെ പറയുന്നുള്ളൂ. അപ്പൊ 5/6 എങ്ങനെയാണ് ലൈക്ക് ആക്കി മാറ്റിയെന്ന് മനസ്സിലായല്ലോ. 13/15 എങ്ങനെ ലൈക്ക് ആക്കിയെന്ന് അറിയാമല്ലോ. ഇനി എന്ത് ചെയ്യണം? ഇത്രയും കാര്യം കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഈ പോർഷൻ 5/6 എന്ന് പറയുന്നത് 25/30 ആണ്. ഇവിടെ തന്നിരിക്കുന്ന അഡീഷൻ ആണ്. 13/15 എന്ന് പറഞ്ഞാൽ 26/30 ആണ്. ഇനി എന്ത് ചെയ്യണം? ലൈക്ക് ആയി കഴിഞ്ഞാലോ ന്യൂമറേറ്റർ തമ്മിൽ ആഡ് ചെയ്യുക, എന്നിട്ട് സെയിം ഡിനോമിനേറ്റർ എഴുതുക. സോ ആഡ് ചെയ്താൽ എന്ത് കിട്ടും? 51/30. അപ്പൊ ഇനി നിങ്ങൾ ഇവിടെ സബ്ട്രാക്ഷൻ ആണ് വന്നതെങ്കിലും എന്ത് ചെയ്യണം? ആദ്യം ഇതുപോലെ ലൈക്ക് ആക്കി മാറ്റുക, എന്നിട്ട് ലൈക്ക് ഫ്രാക്ഷൻ എങ്ങനെയാ സബ്ട്രാക്ഷൻ ചെയ്തേ അതുപോലെ തന്നെ സബ്ട്രാക്ഷൻ ചെയ്യുക. അപ്പൊ ആദ്യം ശ്രദ്ധിക്കേണ്ടത് എന്നാണ്? എൽസിയം കണ്ട് ഡിനോമിനേറ്റേഴ്സിന്റെ എൽസിയം കണ്ട് എല്ലാ ഫ്രാക്ഷന്റെ ഡിനോമിനേറ്റർ സെയിം ആക്കുക. ഇനി ഇവിടെ കുറച്ച് അൺലൈക്ക് ഫ്രാക്ഷൻസ് തന്നിട്ടുണ്ട്. ഇവിടെ 12, 23, 5, 7 ഇങ്ങനെയാണ് ഇതിന്റെ ഡിനോമിനേറ്റേഴ്സ്. അപ്പൊ ഇത് അൺലൈക്ക് ആണല്ലോ. ഇതിന്റെ ഒരു സ്പെഷ്യാലിറ്റി എന്താണ്? ന്യൂമറേറ്റർ സെയിം ആണ്, 1 ആണ് അല്ലേ. ഇപ്പൊ അൺലൈക്ക് ഫ്രാക്ഷനിൽ ന്യൂമറേറ്റർ സെയിം ആണെങ്കിൽ അസെൻഡിങ് ഓർഡറും ഡിസെൻഡിങ് ഓർഡറും എഴുതാനൊരു ചെറിയ ക്ലൂ ഉണ്ട്. പക്ഷെ അത് കറക്റ്റ് ആയിട്ട് ശ്രദ്ധിച്ചിരുന്നോണം. ന്യൂമറേറ്റേഴ്സ് സെയിം ആണെങ്കിൽ, ഇവിടെ ഞാൻ 1 ആണ് എടുത്തിരിക്കുന്നത്, ഏത് വേണേലും വരാം കേട്ടോ, 2, 3, 4, 5 അല്ലെ ഏതെങ്കിലും നമ്പർ. ന്യൂമറേറ്റർ എല്ലാം സെയിം ആണെങ്കിൽ അസെൻഡിങ് ഓർഡർ എഴുതാൻ വേണ്ടിയിട്ട്, ഞാൻ അസെൻഡിങ് ഓർഡർ ആണ് എഴുതുന്നത് കേട്ടോ, അസെൻഡിങ് ഓർഡർ എഴുതാൻ വേണ്ടിയിട്ട് ഗ്രേറ്റസ്റ്റ് ഡിനോമിനേറ്റർ ഏതാണെന്ന് നോക്കണം. ഇവിടെ ഏതാ ഗ്രേറ്റസ്റ്റ് ഡിനോമിനേറ്റർ? ഇത്. സോ 1/23 ഇതായിരിക്കും സ്മോളസ്റ്റ് ഫ്രാക്ഷൻ. നെക്സ്റ്റ് സ്മോളസ്റ്റ് എന്ന് പറഞ്ഞാൽ 1/12, നെക്സ്റ്റ് 1/7, നെക്സ്റ്റ് 1/5. ഇപ്പൊ നിങ്ങൾക്ക് ഐഡിയ കിട്ടിയെന്ന് തോന്നുന്നു. അസെൻഡിങ് ഓർഡറിൽ എഴുതാൻ ഡിനോമിനേറ്റർ ഏറ്റവും ഗ്രേറ്റർ ആയിട്ടുള്ള നമ്പർ ഫസ്റ്റ് എഴുതുക. ഡിനോമിനേറ്റർ ഏറ്റവും ഗ്രേറ്റർ ആയിട്ടുള്ള നമ്പർ ആയിരിക്കും ഏറ്റവും സ്മോളസ്റ്റ് ഫ്രാക്ഷൻ. അടുത്തത് 12, 5, 7. ഇനി ഇതിന്റെ ഡിസെൻഡിങ് ഓർഡർ എഴുതാൻ പറഞ്ഞാലോ, ന്യൂമറേറ്റർ ഏറ്റവും ചെറുതായിട്ടുള്ളതായിരിക്കും ഏറ്റവും ഗ്രേറ്റസ്റ്റ്. അപ്പൊ ഇത് തിരിച്ച് ഇങ്ങനെ വരും. ആ ഒരു ട്വിസ്റ്റ് ഇവിടെ ഉണ്ട്, അത് ഏറ്റവും നല്ലതുപോലെ മനസ്സിലാക്കി വെക്കുക. എന്താണ്? ന്യൂമറേറ്റർ എല്ലാം സെയിം ആയി വന്നാൽ ഏറ്റവും സ്മോളസ്റ്റ് ഫ്രാക്ഷൻ എന്ന് പറയുന്നത് ഡിനോമിനേറ്റർ ഏറ്റവും ഗ്രേറ്റർ ആയിട്ടുള്ള ഫ്രാക്ഷൻ ആയിരിക്കും. ഫോർ എക്സാമ്പിൾ ഹിയർ 1/23. അപ്പോൾ അസെൻഡിങ് ഓർഡർ എഴുതാൻ നമ്മൾ ഇത്ര ശ്രദ്ധിച്ചാൽ മതി. അസെൻഡിങ് ഓർഡർ എഴുതാൻ പറഞ്ഞാൽ ഡിനോമിനേറ്റേഴ്സിന്റെ ഡിസെൻഡിങ് ഓർഡർ അങ്ങ് എഴുതിയാൽ മതി. അതുപോലെ ഡിസെൻഡിങ് ഓർഡർ എഴുതാൻ പറഞ്ഞാൽ ഡിനോമിനേറ്റേഴ്സിന്റെ അസെൻഡിങ് ഓർഡർ അങ്ങ് എഴുതി വെച്ചാൽ മതി. കണ്ടോ? അപ്പൊ ആ റിലേഷൻ നിങ്ങൾ അങ്ങനെ മനസ്സിലാക്കി വെക്കുക. ഓക്കെ.
സോ ചാപ്റ്റർ 7ന്റെ കണ്ടന്റ് എല്ലാം പറഞ്ഞു പോയിട്ടുണ്ട്. ഇനി ഇത് തന്നെ വെച്ചുള്ള ആപ്ലിക്കേഷൻ ക്വസ്റ്റ്യൻസ്, അതായത് വേർഡ് പ്രോബ്ലംസും അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് എക്സസൈസിൽ വരുന്നത്. അപ്പോൾ അതെല്ലാം നമുക്ക് ഈ റിവിഷൻ വീഡിയോയിൽ ഉൾപ്പെടുത്താൻ സാധിക്കില്ല. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക, പഴയ വീഡിയോ കിടക്കുന്നത് ഒന്ന് കണ്ടു നോക്കുക. ആർക്കെങ്കിലും ഡൗട്ട് വന്നാൽ, ഇല്ലെങ്കിൽ ഈ ഫ്രാക്ഷൻ്റെ ഏറ്റവും ബേസ് ആയിട്ടുള്ള കണ്ടന്റ് കാര്യങ്ങളെല്ലാം എക്സ്പ്ലെയിൻ ചെയ്ത് പോയിട്ടുണ്ട്. ഓക്കെ, നെക്സ്റ്റ് ചാപ്റ്റർ 8 ഡെസിമൽസ്. സോ ഡെസിമൽ നമ്പർ ഫോർ എക്സാമ്പിൾ 36.921. Okay, this is an example of decimal number. Decimal number have a whole number part, decimal point, then fractional part. ഇതിന് fractional part എന്നാണ് പറയുക. ഇനി ഇത് റീഡ് ചെയ്യുന്നത് 361.921. ഇതിന്റെ നമ്പർ നെയിം എഴുതുവാണെങ്കിലും എങ്ങനെ എഴുതണം? 361 അങ്ങനെ നമ്പർ നെയിം എഴുതിയിട്ട് പോയിന്റ് .921 അങ്ങനെ തന്നെ എഴുതുക. നിങ്ങൾക്ക് നമ്പർ നെയിം തന്നിട്ട് തിരിച്ചെഴുതാൻ പറഞ്ഞാലും ശരിക്കും റീഡ് ചെയ്ത് എഴുതിക്കണം. ഇനി ഇവിടെ ഈ നമ്പർ വൺസ് പ്ലേസ് ഉണ്ട്, ടെൻസ് ഉണ്ട്, 100 ഉണ്ട്. അതുപോലെ ആഫ്റ്റർ ഡെസിമൽ ഫസ്റ്റ് പ്ലേസ് 10th പ്ലേസ് 1/10. നെക്സ്റ്റ് 100th പ്ലേസ് 1/100. നെക്സ്റ്റ് 1/1000, പ്ലേസ്. ഇങ്ങനെയാണ് പോകുന്നത്. ഇനി ഇതിന്റെ എക്സ്പാൻഡഡ് ഫോം, ഡെസിമൽ നമ്പറിന്റെ എക്സ്പാൻഡഡ് ഫോം എങ്ങനെ എഴുതും? ഈ പോർഷൻ നിങ്ങൾക്ക് നന്നായിട്ട് അറിയാം. 100th പ്ലേസ് ആയതുകൊണ്ട് 300 പ്ലസ് 6 10th പ്ലേസിലായതുകൊണ്ട് 60 പ്ലസ് 1 1th പ്ലേസിലായതുകൊണ്ട് 1 പ്ലസ്. ഇനി ഫസ്റ്റ് പോയിന്റ് കഴിഞ്ഞ് ഫസ്റ്റ് വരുന്ന നമ്പർ എങ്ങനെ എഴുതും? 9/10. അതായത് ഈ 10 ഡിനോമിനേറ്റർ ആയിട്ട് കൊടുക്കുക. 100th പ്ലേസിൽ വരുന്നത് ന്യൂമറേറ്റർ നമ്മുടെ നമ്പർ എഴുതുക, ഡിനോമിനേറ്റർ 100 കൊടുക്കുക. 1000th പ്ലേസിൽ വരുന്ന ന്യൂമറേറ്റർ ഇവിടെ 1 ആണ്, ഡിനോമിനേറ്റർ 1000. ഇങ്ങനെയാണ് എക്സ്പാൻഡഡ് ഫോം എഴുതുന്നത്. ഇതുപോലെ തിരിച്ചിങ്ങനെ എക്സ്പാൻഡഡ് ഫോം തന്നാൽ നിങ്ങൾ എന്ത് ചെയ്യണം? ഇത്രയും പോർഷൻ നിങ്ങൾ എഴുതാൻ ചെറിയ ക്ലാസ് മുതൽ പഠിക്കുന്നതാണ്. അതിനുശേഷം വൺസ് പ്ലേസ് കഴിഞ്ഞാൽ ഒരു പോയിന്റ് കൊടുക്കുക. വൺസ് പ്ലേസ് കഴിഞ്ഞു എന്ന് എങ്ങനെയാണ് മനസ്സിലാവുന്നത്? ഇവിടെ ഡിനോമിനേറ്റർ 10 കാണുമ്പോൾ നമുക്ക് മനസ്സിലാകും ഇത് പോയിന്റ് കഴിഞ്ഞുള്ള ഫസ്റ്റ് നമ്പർ ആണെന്ന്. ഓക്കെ, എങ്ങനെ മനസ്സിലാക്കണം? അപ്പൊ പോയിന്റ് കഴിഞ്ഞുള്ള ഫസ്റ്റ് നമ്പർ ആണ് ഈ /10 വരുന്നത്. ഇത്രയും ഭാഗത്തിന്റെ എഴുതിയിട്ട് പിന്നെ പോയിന്റ് ഇട്ടിട്ട് ഈ ന്യൂമറേറ്റേഴ്സ് എഴുതി വെക്കുക. പിന്നെ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കുക, ഏതെങ്കിലും പ്ലേസ് മിസ്സാണോ, ഇല്ലാതെ വന്നിട്ടുണ്ടോ, അവിടെ എന്ത് കൊടുക്കണം? 0 കൊടുത്ത് ഫില്ല് ചെയ്തിരിക്കണം. ഇനി പ്ലേസ് വാല്യൂ ബോക്സിൽ എഴുതാനാണെങ്കിലോ നമ്മൾ പ്ലേസസ് ഓരോന്ന് ഇപ്പം ഇതെങ്ങനെ എഴുതും? നമ്മൾ ബോക്സ് വരയ്ക്കുക, 100 10s 1s, പിന്നെ പോയിന്റ് കൊടുക്കുക. പിന്നെന്താണ് 10th 100th 1000th എന്ന് എഴുതുക. അതിന് താഴെ ഓരോ കോളത്തിനും താഴെ കറക്റ്റായിട്ട് ഈ നമ്പേഴ്സ് അങ്ങ് കൊടുക്കുക. നൗ അനദർ നെക്സ്റ്റ് ടോപ്പിക്ക് 5/10. ഇതിനെ എങ്ങനെ ഡെസിമൽ നമ്പറിലേക്ക് മാറ്റും? 5/10 ഡിനോമിനേറ്റർ 10 ഉള്ളൂ. സോ നമ്മൾ ന്യൂമറേറ്റർ എഴുതുന്നു, ആ ഒരു ഡിജിറ്റ് ലെഫ്റ്റിലേക്ക് മാറി പോയിന്റ് കൊടുക്കുന്നു. സോ ദിസ് ഈസ് 0.5. ഇവിടെ എന്താ 0 കൊടുത്തേ? ഹോൾ നമ്പർ പാർട്ട് ഇല്ലാത്തതുകൊണ്ട് 0 കൊടുത്തു. ഇനി 100 ആണ് ഡിനോമിനേറ്റർ വരുന്നതെങ്കിൽ, ഫോർ എക്സാമ്പിൾ 25/100. അപ്പം ഇതിനെ എങ്ങനെ മാറ്റുന്നു? ഇവിടെ 2 ഉണ്ട്, നമ്മൾ ന്യൂമറേറ്റർ എഴുതുന്നു 1 2 ഡിജിറ്റ് ലെഫ്റ്റിലേക്ക് മാറുന്നു, പോയിന്റ് കൊടുക്കുന്നു 0.25. ഇനി നെക്സ്റ്റ് അനദർ നമ്പർ 125/1000. സോ ഹൗ മെനി 0 ഹിയർ? 3 0. സോ ന്യൂമറേറ്റർ ആദ്യം എഴുതുക, റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്ക് 3 ഡിജിറ്റ് കൗണ്ട് ചെയ്ത് പോയിന്റ് കൊടുക്കുക, ഹോൾ നമ്പർ പാർട്ടിൽ 0 കൊടുക്കുക. ഓക്കെ, ഇപ്പൊ ഇതൊക്കെ കറക്റ്റ് 0യുടെ എണ്ണത്തിനനുസരിച്ചാണ് ന്യൂമറേറ്റർ വന്നത്. ഇനി അങ്ങനെ അല്ലാതെ വന്നെങ്കിലോ, ഫോർ എക്സാമ്പിൾ 15/10 എന്ത് ചെയ്യണം? 15 ആദ്യം എഴുതുക, റൈറ്റിൽ നിന്ന് 1 ഡിജിറ്റ് ലെഫ്റ്റിലേക്ക് മാറി പോയിന്റ് കൊടുക്കുക. സോ ദിസ് ഈസ് 1.5. അങ്ങനെ എത്ര നമ്പർ ഇവിടെ ഉണ്ടെങ്കിലും എന്ത് ചെയ്യണം? റൈറ്റിൽ നിന്ന് ഒരു ഡിജിറ്റ് മാറി ഒരു പോയിന്റ് കൊടുക്കുക, അത്രേ ഉള്ളൂ. ഇനി 225/100 ഇങ്ങനെയാണെങ്കിലോ, 225 ആദ്യം എഴുതുക, ഡിനോമിനേറ്ററിലെ 0 2 ആണ്. സോ 1 2 ഡിജിറ്റ് മാറി പോയിന്റ് കൊടുക്കുക. അതുപോലെ 1000 ആണെങ്കിൽ 1000 എക്സാമ്പിൾ 4 6
4,621 ഡിവൈഡഡ് ബൈ 1000. എന്ത് ചെയ്യണം? ആദ്യം ന്യൂമറേറ്റർ 4,621 എഴുതുക. എത്ര സീറോ ഉണ്ട് ഡിനോമിനേറ്ററിൽ? 3. സോ 1 2 3 പ്ലേസ് മാറി പോയിന്റ് കൊടുക്കുക. ഇനി ഇവിടെ ഇങ്ങനെ ഒരു 1 ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ഇത് 14.621 ആയി. അങ്ങനെ എത്ര നമ്പർ ഇങ്ങോട്ടേക്ക് വന്നാലും നിങ്ങൾ റൈറ്റിൽ നിന്ന് ഈ സീറോസിന്റെ നമ്പർ അനുസരിച്ച് ലെഫ്റ്റിലേക്ക് മാറി പോയിന്റ് കൊടുക്കുക. അത് മാത്രം ശ്രദ്ധിച്ചാൽ മതി. ഇനി വേറൊരു മോഡൽ ഉണ്ടല്ലോ, 5/1000 എന്ന് വന്നെന്ന് വിചാരിക്കുക. അപ്പൊ ഇവിടെ നമ്മൾ 5 എഴുതി. ഇപ്പൊ ഒരു സീറോയ്ക്കുള്ള ഡിജിറ്റേ ഇവിടെ ഉള്ളൂ. അപ്പൊ 2 സീറോയ്ക്ക് ഫില്ല് ചെയ്യാൻ അവിടെ ഉണ്ടോ? നമുക്ക് മൂവ് ചെയ്യാനുണ്ടോ? ഇല്ല. അപ്പൊ ആ 2 സീറോയ്ക്ക് വേണ്ടത് ഇതിന്റെ ലെഫ്റ്റ് സൈഡിൽ ഇട്ട് കൊടുക്കുക. അപ്പൊ ഇപ്പൊ മൂവ് ചെയ്യാനുള്ള 1 2 3 എന്നിട്ട് 0.0. അപ്പൊ ഇങ്ങനെ ചെയ്യുക. അത് 100 ആണ് വരുന്നതെങ്കിലോ, ഫോർ എക്സാമ്പിൾ 5/100 ആണെങ്കിലോ 5 എഴുതുന്നു. അപ്പോൾ ഒരു സീറോയ്ക്കുള്ളത് ഡിജിറ്റ് ആയി. അടുത്ത സീറോയ്ക്ക് ഡിജിറ്റ് ഇല്ലാത്തതുകൊണ്ട് എന്ത് ചെയ്യണം? ഒരു സീറോ ലെഫ്റ്റിൽ കൊടുക്കുക, പോയിന്റ് കൊടുക്കുക. സോ ദിസ് ഈസ് ഈക്വൽ ടു 0.05. അപ്പൊ നിങ്ങൾ ഇങ്ങനെ ചെയ്യുമ്പോൾ ഡെസിമലിലേക്ക് മാറ്റുമ്പോൾ അവിടെ ഈ ഡിനോമിനേറ്ററിലുള്ള സീറോയ്ക്ക് കറക്റ്റ് ആയിട്ടുള്ള നമ്പേഴ്സ് ന്യൂമറേറ്റർ ഇല്ലെങ്കിൽ ലെഫ്റ്റ് സൈഡിലേക്ക് ഇങ്ങനെ ഫില്ല് ചെയ്ത് കൊടുത്തോണ്ടിരിക്കുക. ഈ നമ്പർ ലൈൻ അറിയാമല്ലോ. നമ്പർ ലൈൻ വരയ്ക്കാൻ നമ്മൾ സ്കെയിലൊക്കെ യൂസ് ചെയ്ത് സ്കെയിലിലെ പോലെ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. അടുത്തത് നമ്മൾ ഇനി കൺവേർഷൻ എക്സസൈസ് 8.4 വരുന്നത് പോലെ. അപ്പൊ ഇവിടെ നിങ്ങൾ മെയിനായിട്ടും പഠിച്ചു വെക്കണം കൺവേർഷൻസിന്റെ, നമ്മൾ മെഷർമെന്റ് കൺവേർഷൻസിന്റെ കാര്യങ്ങളെല്ലാം പഠിച്ചു വെക്കുക. അതായത് 1 മീറ്റർ ഈക്വൽ ടു 100 സെന്റിമീറ്റർ, then 1 centimeter equal to 10 millimeter, then 1 meter equal to 1000 millimeter, അതുപോലെ 1 kilogram equal to 1000 gram, പിന്നെ 1 liter equal to 1000 milliliter. അപ്പം അങ്ങനത്തെ കാര്യങ്ങൾ നിങ്ങൾ പഠിച്ചു വെച്ചിട്ട് വേണം കൺവേർഷൻ ചെയ്യാൻ. അപ്പോൾ ഒരെണ്ണത്തിൻ്റെ എക്സാമ്പിൾ ഇവിടെ ഞാൻ കാണിച്ചു തരാം. ബാക്കി നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ യൂട്യൂബിൽ വീഡിയോയിൽ നോക്കുക. സോ ക്വസ്റ്റ്യൻ ഈസ് 9 meter 7 centimeter. സോ 1 meter equal to 100 centimeter. നമുക്കറിയാമല്ലോ. അപ്പം എന്ത് ചെയ്യണം? 9 meter പ്ലസ് മീറ്ററിനെ നമ്മൾ മീറ്ററിലേക്ക് എക്സ്പ്രസ് ചെയ്യണം, എന്നെങ്കിലേ അത് നമ്മൾ പോയിന്റ് ഇട്ട് എഴുതാൻ പറ്റത്തുള്ളൂ. അപ്പം അങ്ങനെ ആയിരിക്കും ക്വസ്റ്റ്യൻ വരിക. അപ്പോൾ ഈ മീറ്ററിനെ നമ്മൾ മാറ്റേണ്ട കാര്യമില്ല. ആരെയാ മാറ്റേണ്ടേ? സെന്റിമീറ്ററിനെ മീറ്ററിലേക്ക് മാറ്റണം. സോ അതിന് വേണ്ടി 7/100 ചെയ്യണം. അപ്പം അത് മീറ്ററായി മാറും. ഇനി 9 പ്ലസ് ഇതിനെ നമ്മൾ ഡെസിമലിലേക്ക് മാറ്റുക. അപ്പോൾ ന്യൂമറേറ്റർ ഒരു നമ്പരേ ഉള്ളൂ, ഡിനോമിനേറ്ററിൽ 2 സീറോ ഉള്ളതുകൊണ്ട് നമ്മൾ ഇങ്ങനെ കൊടുക്കുക. സോ ദിസ് ഈസ് 9.07 മീറ്റർ. മനസ്സിലായാലും ഇതുപോലെ തന്നെയാണ് നിങ്ങൾ ഏതാണോ ഇവിടെ തരുന്ന റിലേഷൻസ്, ഇവിടെ കിലോഗ്രാമും ഇവിടെ ഗ്രാമും ആണെങ്കിൽ ഏതുകൊണ്ട് ഡിവൈഡ് ചെയ്യണം? 1000 കൊണ്ട്. ഇവിടെ ലിറ്ററും ഇവിടെ മില്ലി ലിറ്ററും ആണെങ്കിൽ 1000 കൊണ്ട്. അപ്പൊ അതുപോലെ റുപ്പീസ് ആണെങ്കിൽ ഇവിടെ റുപ്പീസ് ഇവിടെ പൈസ ആണെങ്കിൽ 100 കൊണ്ട് പൈസേനെ ഡിവൈഡ് ചെയ്യുക. അപ്പൊ അത്തരം കാര്യങ്ങൾ റിലേഷൻ മനസ്സിലാക്കി വെക്കുക. നെക്സ്റ്റ് ഡെസിമൽസിന്റെ അഡീഷൻ. സോ 25.65 പ്ലസ് 9.005 പ്ലസ് 3.7. അപ്പൊ അതിന്റെ അഡീഷൻ എങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത്? ഞാൻ അന്ന് കറക്റ്റ് ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒന്നുകൂടെ ശ്രദ്ധിച്ചിരുന്നുള്ളൂ. ഫസ്റ്റ് നമ്പർ 25.65. ഇനി നെക്സ്റ്റ് നമ്പർ 9.005. അപ്പൊ അത് കറക്റ്റ് ആയിട്ട് പ്ലേസ് അനുസരിച്ച് വൺസ് പ്ലേസ് മാത്രമേ ഉള്ളൂ. സോ വൺസിന്റെ താഴെ 9 കൊടുത്തു. ദെൻ 10th 0, 100th 0, 1000th 5. നെക്സ്റ്റ് 3.7. വൺസ് പ്ലേസ് 7, 10th പ്ലേസ് 7. സോ നമ്മൾ അഡീഷന് വേണ്ടി കറക്റ്റ് ആയിട്ട് ഇതുപോലെ എഴുതുക. ഇനി എന്ത് ചെയ്യണം? ഇനി ഇല്ലാത്ത പ്ലേസസ് ഒക്കെ ഫില്ല് ചെയ്യുക. എന്തുകൊണ്ട്? സീറോ കൊണ്ട്. സോ ഇവിടെ 0 കൊടുക്കുക, ഇവിടെ 0 കൊടുക്കുക. ഇവിടെ ഇതെന്തിനാ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അഡീഷണൽ ഇത് ചെയ്തില്ലെങ്കിലും വലിയ തെറ്റൊന്നും വരികയില്ല. സബ്ട്രാക്ഷൻ വരുമ്പോൾ ഫില്ല് ചെയ്തില്ലെങ്കിൽ തെറ്റ് സംഭവിക്കും. ഇനി എന്ത് ചെയ്യുക? ആഡ് ചെയ്യുക. സോ ഇവിടെ എന്ത് വരും? 5. ഹിയർ ഓൾസോ 5. ദെൻ 7 പ്ലസ് 6, സോ 13. സോ 3 റൈറ്റ് ഹിയർ. 1 ക്യാരി ഓവർ ടു ഹിയർ. അപ്പോൾ ഈ ക്യാരി ഓവർ ചെയ്യുന്ന മുമ്പ് പോയിന്റ് താഴേക്ക് ഒന്ന് കൊടുക്കുക. ഇനി 9 പ്ലസ് 5 14. 14 പ്ലസ് 3 17. 17 പ്ലസ് 1 18. So write 8. 1 carry over. Then 2 plus 1 3. So final answer is 38.355. So next is subtraction. So 9.756. Then subtraction here also ones place. So 6.28.
അപ്പോൾ കറക്റ്റായിട്ട് ഇങ്ങനെ എഴുതുക. എന്നിട്ട് എന്ത് ചെയ്യുക, ഫില്ല് കൊടുക്കുക, ഫില്ല് ചെയ്താണല്ലോ ചെയ്യുക. സോ 0 then സബ്ട്രാക്ഷൻ. ഇവിടെ ഫില്ല് ചെയ്തില്ലേലും തെറ്റ് പറ്റില്ല. മുകൾ വശത്ത് 0 ഫില്ല് ചെയ്യാനുണ്ടെങ്കിൽ ചെയ്തോണം. സോ 6 മൈനസ് 0 6. ഇവിടെ എന്ത് ചെയ്യണം, ഇവിടെ നിന്ന് അപ്പുറത്ത് നിന്ന് ഇച്ചിരി വാങ്ങിക്കുക, 1 വാങ്ങിക്കുക, ഇവിടെ 6. Now 15 minus 8 7. 6 minus 2 4. Point താഴേക്ക് കൊടുക്കുക. 9 minus 6 3. So answer is 3.476. So chapter 8 revision over. Next chapter 9. Chapter 9 is data handling. വളരെ സിമ്പിൾ ആയിട്ടുള്ള ചാപ്റ്റർ ആണ്. അപ്പോൾ അതിനകത്ത് നമുക്ക് ഓർഗനൈസേഷൻ ഓഫ് ഡേറ്റ നമുക്ക് തരുന്ന ഡേറ്റ കറക്റ്റായിട്ട് ബോക്സിൽ ടാലി മാർക്കൊക്കെ കൊടുത്ത് ഓർഗനൈസ് ചെയ്യുക എന്നുള്ളതാണ് ഫസ്റ്റ്. അത് അറിയാം. നെക്സ്റ്റ് നമുക്കുള്ളത് എന്താണ്, പിക്ടോഗ്രാഫ് തന്നിട്ട് പിക്ടോഗ്രാഫിനെ ബേസ് ചെയ്ത് കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കും. അപ്പോൾ പിക്ടോഗ്രാഫിൽ മെയിനായിട്ട് എന്തൊക്കെ കാര്യങ്ങളുണ്ട്, ഗ്രാഫിനെ റെപ്രസെൻറ്റ് ചെയ്തിട്ടൊരു കീ ഉണ്ട്. കീ എന്ന് പറയുന്ന ആ ഫിഗർ എത്ര എണ്ണത്തിനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നതെന്ന് മുകളിൽ തന്നിട്ടുണ്ടാകും. അത് വെച്ചിട്ട് മാത്രമേ പിക്ടോഗ്രാഫിലെ ആ പിക്ചറുകൾ കൗണ്ട് ചെയ്യാവുള്ളൂ. അപ്പം അതാണ് മെയിനായിട്ടുള്ള ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ പിക്ടോഗ്രാഫ് ഇൻ്റർപ്രറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഒരു ഗ്രാഫ് തരും, അതിനെ ബേസ് ചെയ്ത് ക്വസ്റ്റ്യൻ തരും. ആ ക്വസ്റ്റ്യൻ നിങ്ങൾ ആ ഗ്രാഫ് വെച്ച് ആൻസർ ചെയ്യുക. നെക്സ്റ്റ് നമ്മൾ ആ പിക്ടോഗ്രാഫ് വരയ്ക്കാനായിട്ട് ഡേറ്റ തരും. ഡേറ്റ തരുമ്പം നമുക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള കീയും പിക്ചറും യൂസ് ചെയ്ത് പിക്ടോഗ്രാഫ് വരയ്ക്കണം. വരയ്ക്കുന്ന സമയത്ത് കീ മുകളിൽ കൊടുത്തിരിക്കണം. മിക്കവാറും ക്വസ്റ്റ്യൻസിൽ തന്നെ നിങ്ങൾക്ക് കീ തരുന്നത് കൊണ്ട് കീ കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടില്ല. നെക്സ്റ്റ് വരുന്നത് ഡ്രോയിങ് പിക്ടോഗ്രാഫ് കഴിഞ്ഞാൽ നെക്സ്റ്റ് ബാർഗ്രാഫാണ്. ബാർഗ്രാഫിൻ്റെ ഇൻ്റർപ്രിട്ടേഷനാണ് ഫസ്റ്റ്. നിങ്ങൾക്കൊരു ബാർഗ്രാഫ് തരും, ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് തരും. അപ്പോൾ ആ ക്വസ്റ്റ്യൻ അതിനകത്ത് കണക്ട് ചെയ്ത്, അതായത് ഞാനിപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ തരുമെന്നല്ല പറയുന്നത്, അതിൻ്റെ ഇത് എക്സ്പ്ലനേഷൻ പറയുന്നതാണ് കേട്ടോ. അപ്പോൾ ഏതാ ക്വസ്റ്റ്യൻ വരുന്നത് നമുക്കറിയത്തില്ല. അപ്പോൾ ബാർഗ്രാഫ് വന്നാൽ അപ്പോൾ എന്ത് ചെയ്യണം, ബാർഗ്രാഫിൻ്റെ എങ്ങനെയാണ്, ബാർഗ്രാഫ് തന്നിട്ടുണ്ടാവും, അതിനെ ബേസ് ചെയ്ത് ക്വസ്റ്റ്യൻസ് തരും. അപ്പോൾ ഇൻ്റർപ്രിട്ടേഷൻ ആണെങ്കിൽ ആ ക്വസ്റ്റ്യൻ ഓരോന്നിനും ആൻസർ ഗ്രാഫിൽ നോക്കി മനസ്സിലാക്കി ചെയ്യുക. നെക്സ്റ്റ് അതിനകത്ത് ലാസ്റ്റ് വരുന്നത് ബാർഗ്രാഫ് ഡ്രോ ചെയ്യാൻ. അത് നമ്മൾ നന്നായിട്ട് ക്ലാസ്സിൽ ഡേറ്റ ഹാൻഡ്ലിങ്ങിൻ്റെ ക്ലാസ്സിൽ ചെയ്തിട്ടുണ്ട്. ആർക്കെങ്കിലും ഡ്രോ ചെയ്യുന്ന ഡൗട്ട് ഉണ്ടെങ്കിൽ യൂട്യൂബിൽ ആ വീഡിയോ ഒന്നെടുത്ത് നോക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ ചാപ്റ്റർ 6ൻ്റെ റിവിഷൻ ഓൾറെഡി ചെയ്തിട്ടുണ്ടായിരുന്നു. അവിടെ എന്താണ് നമ്മൾ പഠിച്ചത്, ചാപ്റ്റർ 6 ഇൻഡിജേഴ്സ് ആണ്. അപ്പോൾ പോസിറ്റീവ് നമ്പറും നെഗറ്റീവ് നമ്പരും സീറോയും, ഇത് ഈ 3 സെക്ഷൻ വരുന്നതാണ് ഇൻഡിജേഴ്സ്. അപ്പോൾ അതിൻ്റെ അഡീഷനും സബ്ട്രാക്ഷനും കറക്റ്റായിട്ട് പഠിക്കുക. അതുപോലെ സക്സസർ, പ്രിഡിസിസർ, അപ്പോൾ ഏതാണ് ഗ്രേറ്റർ ഏതാണ് ലെസ് എന്ന് എഴുതാനുള്ളതും പഠിക്കുക. ഓക്കെ, അപ്പോൾ നിങ്ങൾ നന്നായിട്ട് ഇപ്പോൾ ഈ ക്ലാസ്സിലൂടെ ഏകദേശം ഐഡിയ കിട്ടിയിട്ടുണ്ട്. കണ്ടന്റ് എല്ലാം എന്താണ്, അതിൻ്റെ കൺസെപ്റ്റ് എന്നുള്ള ഐഡിയ ഫുള്ള് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ ഐഡിയ വെച്ചുകൊണ്ട് നിങ്ങൾ മാക്സിമം പ്രോബ്ലംസ് ചെയ്ത് നോക്കുക. സോ സ്റ്റഡി വെൽ, ബെസ്റ്റ് വിഷസ്, താങ്ക് യു.